ഹലോ, അങ്ങനെ ഞാനും വോട്ട് ചെയ്യാൻ പോവാണ്. എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വോട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങളെ സുരേഷേട്ടന്റെ വീട്ടിലെ ന്യൂ മെമ്പറാണ്. ഞാനും എന്റെ ഇത്താത്ത അനിയത്തി ഞങ്ങൾ മൂന്നാളും 4 വരെ പഠിച്ചത് ഈ കാണുന്ന സ്കൂളിലാണ്. ആൾക്കാരൊക്കെ കുറഞ്ഞൊരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല. ആദ്യം വോട്ട് ചെയ്യാൻ കയറിയത് ഹനാണ്. സുമയ്യക്കാണെങ്കിൽ വൈവ എക്സാമിനായിട്ട് തന്നെ വന്ന മാതിരി ഓളെ പേടി. എനിക്കാണെങ്കിൽ മെഷീന്റെ മുമ്പിൽ എത്തിയപ്പോ ചിഹ്നങ്ങളൊന്നും കാണാത്തൊരവസ്ഥ. ഫൈനലി ഞങ്ങൾ 4 പേരും വോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. തീരെ ടൈമിംഗ് ഇല്ലാത്ത ആൾക്കാരാണ്. എന്ത് ചെയ്യാനാ? പിന്നെ ഇവിടെ നിൽക്കുന്നവരുടെ കുറെ ആൾക്കാർ ഞങ്ങളെടുത്ത സ്ഥാനാർത്ഥികളാട്ടോ. പിന്നെ ഈ ഇലയിൽ എഴുതിയ മെസ്സേജിലെ അത് നല്ലതായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാം, പ്രകൃതിയെ തോൽപ്പിക്കാതെ. നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പോകാനായിട്ടില്ല. മുക്കത്തുനിന്ന് ഒരാള് ഞങ്ങളുടെ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നുഹ ഒരു ട്രിപ്പ് വൈബിലാണ് വന്നത്. നുഹക്ക് വോട്ട് ഇവിടെയും ഹസ്ബൻഡിന് വോട്ട് മുക്കത്തുമാണ്. ഇനി ഇവിടെ ഇവിടുത്തെ വോട്ട് കഴിഞ്ഞിട്ട് വേണം ഹസ്ബൻഡിന് അവിടെ പോയിട്ട് വോട്ട് ചെയ്യാൻ. കുറെ മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടി സംസാരിക്കാനൊന്ന് പറ്റിയത്. എല്ലാരും ജോലി തിരക്കിലൊക്കെയാണ്. പക്ഷെ എത്ര കാലം കഴിഞ്ഞാൽ ഈ ഹനന്റെ തള്ളിനൊന്നും ഒരു കുറവില്ലാന്ന് മനസ്സിലായി. ഞങ്ങളെല്ലാരും ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഹനന്റെ വീട്ടിലാണ് ഞങ്ങൾ വണ്ടി ഇറങ്ങി. റഷ്യൻ ചാച്ചുക്കാക്കി വോട്ട് ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഈ ഹനക്കും നുഹക്കും കണ്ടാലൊരു തല്ലൂടൽ പതിവുകൾ. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ മെയിൻ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി.